ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കേക്കിലൊക്കെ വെക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷൻ ഐറ്റം എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോ കേട്ടോ. അപ്പം നമ്മുടെ പാംലീസാണ് ചെയ്യുന്നത്. നമ്മൾ പാംലീസൊക്കെ നമ്മുടെ ബേക്കിംഗ് ഷോപ്പിലൊക്കെ ചെയ്യുന്നതിൻ്റെ റേറ്റ് തിരക്കി കഴിഞ്ഞാൽ നല്ല റേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ പാംലീസൊക്കെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ കളർ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ നോർമൽ പേപ്പർ ഷീറ്റ് തന്നെയാണ്, A4 സൈസ് ഷീറ്റാട്ടോ എടുത്തിരിക്കുന്നത്. അത് നോർമലി അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 5 രൂപയാണ് ഒരു ഷീറ്റിന് വരുന്നത്. അപ്പോൾ ആ ഒരു ഷീറ്റും ഒരു ടൂത്ത് പിക്കും അതേപോലെ തന്നെ നമുക്കൊരു ഫെവിക്കോളും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ പാംലീസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 kg കേക്കിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ടാട്ടോ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു കേക്കിനകത്ത് ഇരിക്കുന്ന സൈസിലുള്ള ആ ഒരു പാംലീസാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് നമ്മുടെ A4 സൈസിൻ്റെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് അത് സ്ക്വയർ ഷേപ്പിലാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. സ്ക്വയർ രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അത് മടക്കി ത്രികോണം പോലെ ആക്കിയിട്ട് അത് തിരിച്ച് മടക്കി എടുത്തിട്ട് സെൻറ്ററിലോട്ട് വെച്ച് സെൻറ്റർ എടുത്തിട്ട് അത് ജോയിൻറ്റ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പം നമ്മൾ നന്നായിട്ട് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് കൊടുക്കുമ്പോഴത്തേന് അത് അവിടെ ഒട്ടി നല്ല അടിപൊളി ഒരു പാംലീസിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്കത് കിട്ടും. അപ്പം ഇങ്ങനെ കേട്ടോ നമ്മൾ സിമ്പിളായിട്ട് നമുക്കത് വേറെ വലിയ പാടൊന്നുമില്ല. നമുക്ക് കസ്റ്റമൈസായിട്ടൊക്കെ വരുന്ന കേക്കുകളിലൊക്കെ നല്ല എന്താ പറയുക, അത്യാവശ്യം നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്യണം എന്നുണ്ട് എങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഉള്ള ഒരു ഓപ്ഷൻ നല്ലതാട്ടോ. കാര്യം നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കുകയും വേണം, എന്നാൽ അധികം പൈസ കൊടുക്കാനും ഇല്ല എങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യം എൻ്റെ കസ്റ്റമർ അത്യാവശ്യം എന്നാ സാധനം വേണം, എന്നാൽ അധികം പൈസയും ഇതിനായിട്ട് മുടക്കാനില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഒരു ഐഡിയ വരുന്നത്. അപ്പോൾ ആലോചിച്ചപ്പം കൊള്ളാം, സംഭവം ചെയ്തെടുക്കാം എന്ന് ആലോചിച്ചിട്ടാട്ടോ ഞാനിത് ചെയ്തപ്പോൾ തന്നെ ഇത് സക്സസ് ആയി കിട്ടി. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ രീതിയിൽ തന്നെ ആട്ടോ ചെയ്തെടുത്തത്. നമ്മൾ നോർമലി ഒരു കേക്കിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 പാംലീവ്സാണ് കാണാറ്. നോർമലി ഏത് കേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 3 പാംലീവ്സ് കാണാറുണ്ട്. അപ്പം വലുത് ചെറുത് അതിൻ്റെ ചെറുത് ആ ഒരു രീതിയിലാട്ടോ കാണാറ്. അപ്പോൾ ആ ഒരു രീതിയിലാട്ടോ ഞാനിവിടെ പേപ്പർ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതും. അങ്ങനെ ഫസ്റ്റ് ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ബാക്കി 2 പേപ്പറും ഞാൻ ഒരുപോലെ സൈസ് അനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അത് രണ്ടും കൂടെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ആദ്യത്തെ ഷീറ്റ് എങ്ങനെയാണോ മടക്കിയത് അതേപോലെ തന്നെ നല്ലതായിട്ട് മടക്കിയെടുത്തതിന് ശേഷം സെൻറ്റർ വെച്ചിട്ട് അത് മടക്കിയിട്ട് അത് ജോയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതും ഫെവിക്കോൾ വെക്കുന്ന സമയത്ത് നമ്മൾ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുന്ന സമയത്ത് അത് ഒട്ടുന്ന രീതിയിൽ, അതായത് ഒട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ജോയിൻ്റ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ കുറച്ച് സമയം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് വെച്ചിരുന്നാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ 2 എണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരെണ്ണം കൂടെ ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ 3 സംഭവം കൂടെ ചെയ്തെടുത്തപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതിനുശേഷം ഞാൻ നമ്മുടെ ടൂത്ത് പിക്ക് എടുക്കുന്നുണ്ട്. ടൂത്ത് പിക്ക് എടുത്തിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് ഇത് നമ്മുടെ കേക്കിന് മേളിൽ വെക്കാൻ വേണ്ടിയിട്ടാട്ടോ, കുത്തി നിർത്താൻ വേണ്ടിയിട്ടാണ് ടൂത്ത് പിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടൂത്ത് പിക്ക് എടുത്തിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ സെല്ലോ ടേപ്പും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെല്ലോ ടേപ്പും കൂടെ ഒട്ടിച്ച് വരുമ്പോഴത്തേന് നമുക്കത് നല്ല രീതിയിൽ അത് സ്റ്റിക്കാവുന്നുണ്ടോ എന്ന് നോക്കിക്കോണം. നല്ല രീതിയിൽ തന്നെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ചരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ നല്ല രീതിയിൽ ആ ഒരു ഭാഗം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയെല്ലാം ഓക്കെ ആയി കിട്ടും. അപ്പോൾ അങ്ങനെ വലുത് ചെറുത് അതിൻ്റെ വലുത് അങ്ങനെ 3 ആയിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ തന്നെ നോക്കുമ്പോൾ തന്നെ നല്ലൊരു തിളക്കവും നല്ല ഭംഗിയായിട്ടോ സംഭവം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനും പറ്റും. നമുക്ക് റേറ്റ് അനുസരിച്ച്, അതായത് നമ്മുടെ കസ്റ്റമറിനൊക്കെ ആ ഒരു രീതിയിൽ തന്നെ നമുക്കത് ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ കേക്കിൽ തന്നെ അത് വെക്കുമ്പോഴത്തേനും നല്ലൊരു ലുക്കാട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു കേക്കിൻ്റെ മോഡൽ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ടാൾ കേക്കിൽ 1.5 kg ടാൾ കേക്കിലാണ് ചെയ്തത്. അപ്പം എൻ്റെ വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാൾ കേക്കിൽ ചെയ്തത് സെയിം ഡിസൈൻ തന്നെ എനിക്ക് 1/2 kg കേക്കിലാണ് കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ അത് സെയിം പുള്ളി പറഞ്ഞതുപോലൊക്കെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാം ലീവ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ചുറ്റുമായിട്ട് കുറച്ച് നമ്മുടെ വലിയ ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കുഞ്ഞു പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ചുറ്റും കുറച്ച് ബട്ടർഫ്ലൈസും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കേക്കിൽ പേരെഴുതുന്നത് നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാട്ടോ കേക്കിൽ പേരും എഴുതി ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ഗോൾഡൻ ടോപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ ആയപ്പോൾ തന്നെ നമ്മുടെ അടിപൊളി ലുക്കായിട്ടുണ്ട് നമ്മുടെ കേക്ക്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അതൊരു നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.